നമസ്കാരം. ISRO വിക്ഷേപണ വാഹനമായ SSLV-D3 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ 1-ാം നമ്പർ ലോഞ്ച് പാഡിൽ നിന്നാണ് SSLV-D3 വിക്ഷേപിച്ചത്. ഭൗമനിരീക്ഷണ കൃത്രിമ ഉപഗ്രഹമായ EOS-8നെ SSLV ബഹിരാകാശത്തെത്തിച്ചു. വിക്ഷേപണത്തിൻ്റെ 3 ഘട്ടവും വിജയകരമാണെന്ന് ISRO അറിയിച്ചു. ഇതോടെ EOS-8 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ സ്ഥാപിക്കാൻ ISROയ്ക്കായി. ഇൻഫ്രാറെഡ് ചിത്രങ്ങൾ എടുക്കാൻ കഴിവുള്ള ചെറിയ ഉപഗ്രഹമായ EOS-8നെ ISRO ഏറ്റവും കുഞ്ഞൻ വിക്ഷേപണ വാഹനം ഉപയോഗിച്ചാണ് ഭ്രമണപഥത്തിലെത്തിച്ചത്. ഏകദേശം 13 മിനിറ്റ് സമയം കൊണ്ട് വിക്ഷേപണം പൂർത്തിയായി. കാലാവസ്ഥാ നിരീക്ഷണത്തിനും ദുരന്ത നിവാരണത്തിനും EOS-8ന് വിവരങ്ങൾ നൽകാൻ കഴിയും. പകൽ രാത്രി വ്യത്യാസമില്ലാതെ EOS-8 പകർത്തുന്ന ഇൻഫ്രാറെഡ് ചിത്രങ്ങൾ ഭൗമനിരീക്ഷണത്തിന് ഏറെ സഹായകമാകും എന്ന് കണക്കാക്കപ്പെടുന്നു. 1 വർഷത്തെ ദൗത്യ കാലാവധിയാണ് ഈ ഉപഗ്രഹത്തിന് നിശ്ചയിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.